ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പോകുന്നത് പാവർട്ടി പള്ളിക്കാട്ടോ. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പം നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മളത് നടന്ന് അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കാണുന്നൊരു അമ്പലമാട്ടോ അത്. ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഈ അമ്പലത്തിനോട് എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം ഞാൻ അമ്മയും കൂടിയിട്ടാണ് പോകണേ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. കുറേ നേരം അവിടെ വണ്ടി പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് കുറച്ച് സമയം അങ്ങനെ നിന്നു കേട്ടോ. പിന്നെയാണ് നമുക്കുള്ള ബസ് വന്നത്. അങ്ങനെ ബസ് വന്ന് നമ്മളതിൽ കയറി. അങ്ങനെ ബസ്സിലത്തെ യാത്ര അങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ 10th വരെ പഠിച്ച ഒരു സ്കൂൾ കണ്ടത്. അപ്പോൾ ആ സ്കൂളിന് വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ നമ്മൾ അടുത്ത പോകാനുള്ള ബസ്സിലേക്ക് കയറുകയാണ്. അങ്ങനെ പാവർട്ടിക്കുള്ള ബസ്സിൽ കയറി. അങ്ങനെ അമ്മയുടെയും എൻ്റെയും കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തു. പിന്നെ ഞാൻ കാഴ്ചകൾ കണ്ടിരിക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തു. അറിയാത്ത പോലെയാണ് ഇരിപ്പ്, പക്ഷെ എല്ലാം അറിയാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വീഡിയോസൊക്കെ കണ്ട് നമ്മളവിടെ പള്ളിയിലെത്തി. ഇതാണ് പാവർട്ടി പള്ളി. എന്നൊരു രസമാണല്ലേ കാണാൻ. അങ്ങനെ അവിടേക്ക് പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ നടന്ന് നീങ്ങി. ഇതാട്ടോ പാവർട്ടി പള്ളി എന്ന് പറയുന്നത്. നമ്മളവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അങ്ങനെ നമ്മൾ പാവർട്ടി പള്ളിയിലൊക്കെ എത്തി. അതിൻ്റെ പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. അവിടെ കുർബാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റായി നമ്മൾ ഇറങ്ങിയപ്പോൾ. അങ്ങനെ പള്ളിയിലൊക്കെ എത്തി. അവിടുത്തെ കാഴ്ചകളും ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം വെക്കേഷൻ ടൈമും കൂടി ആയിരുന്നില്ലേ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടുത്തെ ഗാർഡനൊക്കെ കണ്ട് അതിൽ നിറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ പള്ളിയിലത്തെ കുർബാനൊക്കെ കണ്ടു. കുർബാനയിലൊക്കെ കൂടി അതിലൊക്കെ കഴിഞ്ഞ് അവിടെ ഉണ്ണികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നിന്നു. പിന്നെ അവിടുത്തെ ഓരോ രൂപങ്ങളൊക്കെ നമ്മളിങ്ങനെ തൊട്ടുമുത്തി. ഓരോ രൂപങ്ങളും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പള്ളി കാണാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ വിളക്കിലത്തെ വെളിച്ചെണ്ണയൊക്കെ തൊട്ട് അങ്ങനെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് തൊട്ടുമുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ രൂപങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദൗസപിതാവും മാതാവും ഉണ്ണീശോയാണ്. എന്ത് രസമാണ് അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണ പോലെ. ഇത് കിടന്നുറങ്ങുന്ന ഒരു ദൗസപിതാവിൻ്റെ രൂപമാട്ടോ. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഒരു ഉള്ളിലത്തെ കാഴ്ച എന്ന് പറയുന്നത്. അതേപോലെ ഇത് മാതാവിനെ നമ്മൾ തൊട്ടുമുത്തി. പിന്നെ അടുത്തതായിട്ട് നമ്മളവിടെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് 50 നോമ്പിൻ്റെ സമയത്ത് ഫുഡുണ്ട്. അപ്പോൾ അത് കഴിക്കാനുള്ള തിരക്കെന്ന് വെച്ചാൽ വൻ തിരക്കായിരുന്നു. കാരണം വെക്കേഷൻ ടൈമല്ലേ. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ക്യൂ നിന്ന് വാങ്ങിച്ചു. ചോറും സാമ്പാറും അതേപോലെ കായും പയറും ഉപ്പേരി അച്ചാർ ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ സദ്യയിലത്തെ ഇതൊക്കെ. അതും കഴിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ ചൂടൊക്കെയാണല്ലോ. ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ 2 തരം ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് നമ്മൾ ബസ്സിലേക്ക് തിരിച്ച് കയറി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.